അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല പഠനത്തിൻ്റെ ക്യാമ്പ് ഉണ്ട് എന്ന് വെച്ചാൽ പഠന ക്യാമ്പ്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ 3ത്തെയും 4ത്തെയും കുട്ടികളാണ് പോകുന്നത്. ഞാൻ ഇത്രയും ദിവസം ഈ ദിവസത്തിന് ഞാൻ കാത്തിക്കണേ. നമുക്ക് അവിടെ എന്തെങ്കിലും ബസ്സൊന്നും നോക്കി നോക്കാം സ്കൂളിൽ എന്തൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പം എല്ലാവരും കമ്മ പിന്നെ ഇതിൻ്റെ പുറത്തെ സൈഡിൽ ഇങ്ങനെ പതിഞ്ഞ് സ്വന്തം ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ പേര് എടുക്കുക ഒന്നും ചെയ്യരുത്. ഇതിനെ ശ്രദ്ധിക്കുക, നല്ല താഴ്ച ഉണ്ടാകും കേട്ടോ. ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഒപ്പുള്ള പേര് നോക്കണേ. മനസ്സിലായോ? പ്രകൃതിയെ കുറിച്ച് പഠിക്കാനോ ഓരോന്നും സാർ പറഞ്ഞു തരുന്നത് ശരിക്കും നോട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ഇതിനെ കുറിച്ചൊരു യാത്രാ കുറിപ്പ് എഴുതുന്ന ഏറ്റവും നന്നായിട്ട് എഴുതിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കും. ഇന്ന് ലോക പ്രകൃതി കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളാണ് കുറുമ്പ വിഭാഗം. അപ്പോൾ അതിലൊക്കെ താമസിക്കുന്ന എവിടെയാണ് ആനവായി എന്ന് പറയുന്നത് 13 അവിടെ. പിന്നെ അതിൻ്റെ ഇപ്പം തന്നെ മുതലാണ് കുറുമ്പ വിഭാഗത്തിൻ്റെ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണത്. പിന്നെ അട്ടപ്പാടി ഊരുകളിൽ 3 വിഭാഗത്തിലുള്ള ട്രൈബൽസ് ആദിവാസികളുണ്ട്. 3 വിഭാഗം ഊരുവാസികൾ അവിടെ ഉള്ളത്. 5000 രൂപ പ്രൈവറ്റ് നമ്മുടെ സാധാരണ ആൾക്കാരുടെ സ്ഥലവും കാടും തമ്മിൽ വേർതിരിക്കുന്ന കല്ല്. അതായത് ഈ കല്ലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നല്ല ഔഷധ ഗുണമുള്ള മരമാണ്. ഇതിൻ്റെ പിന്നെ തടിയടക്കം വേരും തടി എല്ലാം ആയുർവേദശാലയിൽ എടുക്കുന്നുണ്ട്. ഈ റാഗിപ്പുട്ടിൻ്റെ കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അതും മുതിരയും കൂടെ വറുത്തിട്ടാണ് കറി വെച്ച് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ തോലും ഈ ചെടിയും കൂടെ ചേർത്തിട്ടാണ് ആ സ്പോട്ടിൽ അരച്ചിട്ട് അവർക്ക് കൊടുക്കുന്നത്. അത് ഫസ്റ്റ് ഡോസായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ പാടടിക്കും കൂടെ ചെയ്തിട്ടാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ. ഇപ്പോഴാണ് ആശുപത്രി ഉള്ളത് കൊണ്ട് എന്നാലും അതെന്താ ആനവായി സ്റ്റേഷൻ്റെ പരിധിയിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമേ അങ്ങനെ ഞങ്ങൾ എല്ലാ മരുന്നുകളും ശരിയാളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അതുപോലെ ആദിവാസികളൊക്കെ കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിന് അടിപൊളി ചോറും സാമ്പാറും നല്ല അടിപൊളിയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കാൻ അടിപൊളി ചോറ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചൊക്കെ ക്ലാസ് എടുത്തു. ഇതെന്തൊക്കെയാണ് അവിടെ ജീവികൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം